ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നേ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാവേ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളിത് കാണിച്ചു തരാം. അപ്പം എന്തോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ. എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ദേ ഉണ്ടോ, ഒരു പൊളിച്ചെടുത്തപ്പോൾ ഒരു 1/2 കിലോയുടെ അടുത്ത് ചെമ്മീനുണ്ട് കേട്ടോ. പരിപ്പ് ഒരു 1/2 കിലോയുടെ അടുത്തുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഒരു സ്പെഷ്യൽ രീതിയിൽ ഒന്ന് കറി വെക്കാം. അപ്പം നമുക്ക് അതിലോട്ട് പോയാലോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. ഞാൻ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, ഒരു 3-4 സ്പൂൺ തേങ്ങയും തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കറിച്ചട്ടി എടുത്ത് വെച്ചു. അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ഇത്രയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കരിവേപ്പിലയും ചേർത്ത്. ഞാൻ ഒരു ചുള കുടംപുളി എടുത്ത്, ഒരു വലിയ ചുള കുടംപുളി എടുത്ത് വെള്ളത്തിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൂടി ഇതിനകത്തേക്ക് ചേർത്തു. ഇനി നമുക്കിത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. നല്ലോണം ഞെരടി യോജിപ്പിക്കണേ. അത് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ചെമ്മീൻ കൂടെ ഇതിനകത്തോട്ടിടാം. നമുക്ക് ഇതിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം. ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞെരിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ആദ്യം ആ അരപ്പ് നന്നായിട്ടൊന്ന് ഞെരടിയെടുത്തത്. ഇതൊന്ന് ഇളക്കി കണ്ടോ, നമ്മൾ അരപ്പ് കുറച്ചാണ് ചേർത്തത്. തേങ്ങയും ഇതെല്ലാം കൂടെ എടുത്തത് വളരെ കുറവേ ഉള്ളൂ. നമുക്ക് ചെമ്മീനാണ് കൂടുതലുള്ളത്, അളവ് കൂടുതലുള്ള ചെമ്മീനാണ്. അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ 2 തണ്ട് കരിവേപ്പില ഒന്ന് വെച്ച് കൊടുക്കാവേ. എന്നിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ആദ്യം ഒരു നല്ലോണം തീയിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് ചൂടാകുന്ന വരെ ഒന്ന് നല്ല തീയിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് ഉലർത്തിയെടുക്കണം. ഇത് വെന്തോ നോക്കാവേ. ഇത് നന്നായിട്ട് തിളച്ച് ആയി വന്നിട്ടുണ്ട്. നമ്മളൊരു സ്വല്പം പോലും വെള്ളം വെക്കാതെയാണ് ഇത് വേവിക്കാൻ വെച്ചിരുന്നത്. കണ്ടോ, അതിപ്പം നന്നായിട്ട് വെള്ളം ഇറങ്ങി. കണ്ടോ, നമ്മൾ ഒരു സ്വല്പം പോലും വെള്ളം വെക്കാതെയാ ഇത് വേവിക്കാൻ വെച്ചെന്നുള്ളത് കണ്ടതാണല്ലോ അല്ലേ. ഇത് ഇപ്പോൾ ഇത്രയും വെള്ളം ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം വെക്കുകയേ വേണ്ട ചെമ്മീൻ വേവിക്കാൻ വെക്കുമ്പോഴേ. ഇതിപ്പോൾ ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് വെള്ളം വറ്റി നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം. ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തോരൻ റെഡിയായിട്ടുണ്ട്. ഒരു സ്വല്പം കൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിന്ന് സ്വല്പം കൂടെ ഒന്ന് വെള്ളം വറ്റുന്നവരെ ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ആറ്റുചെമ്മീൻ തേങ്ങ കുടംപുളിയും ചേർത്ത് നന്നായിട്ട് പീര വറ്റിച്ച് തോരൻ വെച്ചെടുത്തതാണിത്. അപ്പം നിങ്ങൾക്കിതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.